നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നി, പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ഡയറ്റിൽ ഒരു കലോറി ഹൈ ആയിട്ടുള്ള ബിരിയാണി കഴിക്കുകയും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലോ കലോറി എന്നൊരു കൈൻഡ് ഓഫ് ബിരിയാണിയാണ് റവ ബിരിയാണി. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാടോ. കുറച്ച് ഓയിലെടുക്കുക, വളരെ കുറച്ച് ഓയിലെടുക്കുക. അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചത് ആഡ് ചെയ്യുക, കുറച്ച് ഒണിയൻ ആഡ് ചെയ്യുക. പിന്നെ അതൊന്ന് നന്നായി ഉപ്പിട്ട് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. അത് നന്നായി നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക ഒരു സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അതൊന്ന് വഴണ്ട് വന്നോളും. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക, അതും ഒന്ന് അടച്ച് വെച്ച് നല്ല രീതിക്ക് വേവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈസസ്, അതായത് കുറച്ച് ചില്ലി പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡർ എല്ലാം ആഡ് ചെയ്ത് നന്നായി ഒപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എയർ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മളുടെ മെയിൻ താരമായിട്ടുള്ള നമ്മൾ റവ അതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നോർമലി നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇത് നമ്മൾ പെയർ ചെയ്യേണ്ടത് കുറച്ചധികം വെജീസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡിൻ്റെ കൂടെ ക്യാരറ്റ്, കുക്കുംബർ, കേടൊക്കെ മിക്സ് ചെയ്ത് ഒരു സാലഡിൻ്റെ കൂടെ ഇതിന് പെയർ ചെയ്താൽ ഇതൊരു ബാലൻസ്ഡ് മീൽ. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചീറ്റ് മീലൊക്കെ കഴിക്കാൻ തോന്നും. എന്നാൽ ഹൈ കാലറി പോവുകയും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അധികം കലോറി ഇല്ലാത്തൊരു ടേസ്റ്റി ഫുഡാണിത്.